വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഉമ്മൻചാണ്ടിക്കെതിരെ സോളാറിൽ ആദ്യ ശിക്ഷ. ഉമ്മൻചാണ്ടി അടക്കം 4 പേർ 1,61,00,000 രൂപ നഷ്ടപരിഹാരം നൽകണം. 2 മാസത്തിനകം തുക കെട്ടിവയ്ക്കണം. MK കുരുവിള നൽകിയ ഹർജിയിലാണ് കോടതി വിധി വന്നിരിക്കുന്നത്. ബംഗളൂരു സെഷൻസ് കോടതിയുടേതാണ് വിധി. 2015 മാർച്ച് 23-നാണ് ഹർജി ഫയൽ ചെയ്തത്. വിവരങ്ങൾ നൽകാൻ രാജീവ് ചേരുകയാണ്. രാജീവ്, എന്തായാലും ഒടുവിൽ ഉമ്മൻചാണ്ടിക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നു. എന്താണ് ശിക്ഷ? മറ്റു വിവരങ്ങൾ കൂടി. അഞ്ജു, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ബന്ധു ആൻഡ്രൂസ്, യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ബെൽജിത്ത്, ബിനു നായർ എന്നിവർ എതിർകക്ഷികളായ കേസിലാണ് വിധി. ബംഗളൂരു വ്യവസായി MK കുരുവിള നൽകിയ കേസിലാണ് വിധി വന്നിരിക്കുന്നത്. ബംഗളൂരു സിറ്റി അഡീഷണൽ സിവിൽ ആൻഡ് സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. വിധി പ്രകാരം 2 കോടിയിലേറെ രൂപ ഉമ്മൻചാണ്ടി കൂട്ടരും കെട്ടിവെക്കണം. 6 പ്രതികളുള്ള കേസിൽ 5ാം പ്രതിയാണ് ഉമ്മൻചാണ്ടി. എറണാകുളം ആസ്ഥാനമായുള്ള സോസ എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റ് ലിമിറ്റഡ്, സോസ മാനേജ്മെന്റ് കൺസൾട്ടന്റ് ലിമിറ്റഡ്, സോസ കൺസൾട്ടന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികൾ വഴി ദക്ഷിണ കൊറിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് സോളാർ ടെക്നോളജി ഇറക്കുമതി ചെയ്യുന്നതിനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതി, സബ്സിഡി എന്നിവ ലഭ്യമാക്കി തരാമെന്ന് പറഞ്ഞ് MK കുരുവിളയിൽ നിന്ന് 1,35,00,000 രൂപ പലപ്പോഴായി വാങ്ങി എന്നാണ് കേസ്. ഈ കമ്പനികൾക്ക് വേണ്ടി അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേരിട്ടും ഫോണിലൂടെയും ഉറപ്പുകൾ നൽകിയെന്നാണ് കുരുവിളയുടെ പരാതി. 2012 ഒക്ടോബർ 11-ന് ക്ലിഫ് ഹൗസിൽ വെച്ച് താനുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തിയ 40 മിനിറ്റ് കൂടിക്കാഴ്ചയിലും മുഖ്യമന്ത്രി ഉറപ്പുകൾ ആവർത്തിച്ചുവെന്ന് പരാതിക്കാരൻ പറയുന്നു. 4,000 കോടി രൂപയുടെ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ സബ്സിഡിയായി 40%, അതായത് 1,600 കോടി രൂപ വാങ്ങാനുള്ള ഏർപ്പാട് ചെയ്യാമെന്നും പ്രത്യുപകാരമായി 1,000 കോടി രൂപ നൽകണമെന്നും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടതായി കുരുവിളയുടെ പരാതിയിലുണ്ട്. ഇതൊന്നും നടപ്പായില്ലെന്നും നഷ്ടപരിഹാരം വേണമെന്നും കാട്ടി 2015 മാർച്ച് 23-നാണ് കുരുവിള പരാതി നൽകിയത്. 1,35,00,000 രൂപയും അതിന്റെ 18% പലിശയും തിരിച്ചു നൽകാൻ ഉത്തരവുണ്ടാകണമെന്ന് കാട്ടിയാണ് കുരുവിള ഹർജി നൽകിയത്. ശരി, വ്യക്തമാണ്. M. രാജീവാണ് വിവരങ്ങൾ നൽകിയത്. അധോലോക രാജാവ് രവി പൂജാരി ഫോണിൽ ഭീഷണിപ്പെടുത്തിയതായി MK കുരുവിളയുടെ വെളിപ്പെടുത്തൽ. സോളാർ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഭീഷണിപ്പെടുത്തിയത്. ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയാണ് ഭീഷണിപ്പെടുത്തിയതെന്നും MK കുരുവിള വ്യക്തമാക്കി. അത് ഈവൻ ദുബായിലുള്ള രവി പൂജാരി എന്ന് പറഞ്ഞ അണ്ടർവേൾഡ് ഡോണിനെ കൊണ്ട് വരെ എന്നെ കണ്ടവാനം ത്രട്ട് ചെയ്യിച്ചു. വേറൊരാളുടെ ഫോണിൽ കൂടെ കോൺഫറൻസ് കോളായിട്ട് വന്നാണ് എന്നോട് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരാൾ ഹിന്ദിയില് മേം പൂജാരി ബാത് കർത്താഹു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, കോൺസാ ദേവസ്ഥാൻ കാ പൂജാരി ഹേ തും എന്ന് ചോദിച്ചു. അപ്പോഴാണ് അയാൾ പറഞ്ഞ, സാല തും ക്യാ സോച്ചാ മേ അണ്ടർവേൾഡ് ഡോൺ രവി പൂജാരി ഹേ ദുബായ് സെ ബാത് കർത്താഹു എന്ന്. അപ്പോഴാണ് എനിക്കതിന്റെ വ്യാപ്തി മനസ്സിലായത്. കംപ്ലൈന്റ് കൊടുത്ത് 2ാമത്തെ ദിവസമാണ് എനിക്ക് ഈ ത്രെട്ട് കോളുകൾ വരുന്നത്. കശ്മീരിൽ PDP മന്ത്രിയുടെ വീടിന് നേരെ ഭീകരാക്രമണം. അനന്ത്നഗറിലാണ് ആക്രമണമുണ്ടായത്. PDP മന്ത്രി അബ്ദുൾ റഹ്മാൻ ബീരിയുടെ വീടാണ് ആക്രമിക്കപ്പെട്ടത്. കത്വയിലെ മാർക്കറ്റിലുണ്ടായ സ്ഫോടനത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. കൂടുതൽ വിവരങ്ങളുമായി മനുശങ്കർ ചേരുകയാണ്. മനു, കശ്മീരിൽ വീണ്ടും ഒരു ആക്രമണം കൂടി. ഇത് മന്ത്രിയുടെ താമസ സ്ഥലത്താകുമ്പോൾ അതിന്റെ ഗൗരവമേറുകയല്ലേ? മറ്റു വിവരങ്ങൾ കൂടി. എന്തായാലും ആനന്ദ്നാഗിലെ PDP മന്ത്രി അബ്ദുൾ റഹ്മാൻ ബീരിയുടെ വസതിയിലേക്കായിരുന്നു ഭീകരാക്രമണം ഉണ്ടായത്. നിലവിൽ ജമ്മു കശ്മീർ പാർലമെന്ററി കാര്യ മന്ത്രി കൂടിയാണ് അബ്ദുൾ റഹ്മാൻ ബീരി. ഇദ്ദേഹം ഈ നിലവിലെ ഈ വിഘടനവാദി നേതാക്കളുടെയും മറ്റും ആഹ്വാനങ്ങൾക്കെതിരെ ചില പ്രസ്താവനകളും മറ്റും നടത്തിയിട്ടുള്ള മന്ത്രി കൂടിയാണ്. ഇദ്ദേഹം 2,800 കോടി രൂപയുടെ വികസന പദ്ധതികൾ കാശ്മീരിൽ പ്രഖ്യാപിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അബ്ദുൾ റഹ്മാൻ ബീരിയുടെ വസതിക്ക് നേർക്ക് ഭീകരാക്രമണം ഉണ്ടായത്. 6 അംഗ ഭീകരരാണ് ആക്രമണം നടത്തിയത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്നത്. ഇവർ ഏത് ഭീകര സംഘത്തിൽ നിന്നുള്ളവരാണ് എന്നത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ മന്ത്രിയുടെ വസതിക്ക് പുറത്ത് കാവൽ നിൽക്കുകയായിരുന്ന സുരക്ഷാ സൈന്യത്തിന്റെ പോസ്റ്റുകൾക്ക് നേരെയാണ് വെടിയുതിർത്തത്. പിന്നീട് സുരക്ഷാ സേനയും തിരികെ വെടിയുതിർക്കുകയായിരുന്നു. ഇതിനുശേഷം ഭീകര സംഘം സ്ഥലത്ത് നിന്ന് മറഞ്ഞു എന്ന് മാത്രമാണ് ആദ്യം ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. അതേസമയം കത്വ മാർക്കറ്റിൽ ഇന്ന് വൈകിട്ടോടുകൂടി സ്ഫോടനമുണ്ടായി. സ്ഫോടനത്തിൽ 6 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ ഇന്ന് രാവിലെയും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ നടത്തിയിരുന്നു. ഇതിലൊരു BSF ജവാൻ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രിയുടെ വസതിക്ക് നേരെയും ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത്. മന്ത്രി വസതിയിൽ ഈ സമയത്ത് ഇല്ലായിരുന്നു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെല്ലാം സുരക്ഷിതരാണ് എന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. വീടിന്റെ ചില്ലുകൾക്കും മറ്റും ചില പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. കശ്മീരിൽ വീണ്ടും ഭീകരാക്രമണം. വിവരങ്ങളാണ് മനുശങ്കർ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്.
വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന്റെ ഫോൺ ചോർത്തൽ വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് തല അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഷ്ട്രീയ നേതാക്കളുടെയോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയോ ഫോൺ ചോർത്തുന്നത് സർക്കാരിന്റെ നയമല്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. വിജിലൻസ് ഡയറക്ടറുടെ ഫോൺ ചോർത്തൽ സംബന്ധിച്ച പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. അതേസമയം ജേക്കബ് തോമസിന് ഫിയർ സൈക്കോസിസ് ബാധിച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. എന്നാൽ അടിയന്തര പ്രമേയ ചർച്ച നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. വിജിലൻസ് ഡയറക്ടറുടെ ഫോൺ ചോർത്തൽ വിഷയത്തിൽ പ്രതിപക്ഷത്തിൽ നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് നോട്ടീസ് നൽകിയത്. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന്റെ ഫോൺ ചോർത്തുന്നെന്ന പരാതി അത്യന്തം ഗൗരവകരമാണ്. ഫോൺ ചോർത്തലിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. മുഖ്യമന്ത്രിയെ തന്നെയാണ് ജേക്കബ് തോമസ് പ്രതിക്കൂട്ടിൽ നിർത്തുന്നതെന്നും തിരുവഞ്ചൂർ ആരോപിച്ചു. കൂടാതെ ഫോൺ ചോർത്തൽ വിഷയത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്താൻ തയ്യാറാകണമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. എന്നാൽ തന്റെ ഫോൺ ചോർത്തുന്നുവെന്ന് കാട്ടി വിജിലൻസ് ഡയറക്ടർ ഒരു പരാതിയും സർക്കാരിന് നൽകിയിട്ടില്ല. മറിച്ച് പത്രത്തിൽ വിജിലൻസ് ഡയറക്ടറുടെ ഫോൺ ചോർത്തുന്നുവെന്ന വാർത്ത വന്നത് ചൂണ്ടിക്കാട്ടിയും അതിലെ ആശങ്ക അറിയിച്ചുമാണ് DGPക്ക് ജേക്കബ് തോമസ് പരാതി നൽകിയിരിക്കുന്നതെന്നും മറുപടിയായി മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. ആരുടെയും ഫോൺ ചോർത്താൻ ആഭ്യന്തര സെക്രട്ടറിക്ക് കത്ത് ലഭിച്ചിട്ടില്ല. അങ്ങനെ ആർക്കും അനുമതിയും നൽകിയിട്ടില്ല. രാഷ്ട്രീയ നേതാക്കളുടെയോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയോ ഫോൺ ചോർത്തുക എന്നത് ഈ സർക്കാരിന്റെ നയമല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിജിലൻസിന്റെ സ്വാതന്ത്ര്യത്തെ തടയുന്ന ഒരു നടപടിയും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയില്ലെന്നും പറഞ്ഞ മുഖ്യമന്ത്രി ഫോൺ ചോർത്തൽ വിഷയം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്നും അറിയിച്ചു. സർ, അതുകൊണ്ട് തന്നെ ജേക്കബ് തോമസിനെതിരായി പോലീസിലെ ഉന്നതതലത്തിലുള്ള ഗൂഢാലോചന എന്ന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. എന്നാൽ ഇത്തരമൊരു വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന പരാതി, ആ പരാതി ഗൗരവമായിട്ട് തന്നെ കാണും. ഗൗരവമായി കണ്ടുകൊണ്ട് അന്വേഷിക്കുന്ന നിലയും സ്വീകരിക്കും. സാധാരണ നിലക്ക് അന്വേഷിക്കുക, ഇത്തരം നടപടികൾ അന്വേഷിക്കാൻ പറ്റുന്നത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചുകൊണ്ടായിരിക്കും. അത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ച് അന്വേഷിക്കുന്ന നടപടി സ്വീകരിക്കുകയും ചെയ്യും. നിസാമിനെതിരെ സംസാരിച്ചാൽ തന്നെ വധിക്കുമെന്ന പ്രതിപക്ഷ നേതാവിന് ലഭിച്ച ഭീഷണിക്കത്ത് സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഒന്നുകിൽ സർക്കാരിന്റെ അറിവോടെയാണ് ഫോൺ ചോർത്തൽ നടക്കുന്നത്, അല്ലെങ്കിൽ ജേക്കബ് തോമസ് മാധ്യമ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നുവെന്ന് തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ജേക്കബ് തോമസിന് ഫിയർ സൈക്കോസിസ് ആണെന്നും സ്ഥലജല വിഭ്രാന്തി ഉണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. നമ്മുടെ രാജ്യത്ത് നിയമങ്ങളുണ്ട്. അപ്പൊ DGP റാങ്കിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും ഒരു ദിനപത്രത്തിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇത്തരം ഒരു കത്ത് കൊടുക്കുന്നു എന്ന് പറയുന്നത് അതിന്റെ സാങ്കത്യം എന്താണെന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് ഒരു ഫിയർ സൈക്കോസിസ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. തുടർന്ന് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കേരള കോൺഗ്രസ് മാണി വിഭാഗവും പ്രതിപക്ഷത്തിനൊപ്പം വാക്കൌട്ട് നടത്തി. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മാധ്യമപ്രവർത്തകരുടെ ജോലി തടസ്സപ്പെടുത്തിയാൽ അഭിഭാഷകർക്കെതിരെ കൂടുതൽ കർക്കശമായ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേസന്വേഷണം പൂർത്തിയാകുമ്പോൾ മാധ്യമപ്രവർത്തകർക്കെതിരായ കേസ് പിൻവലിക്കുന്നതടക്കമുള്ള യുക്തമായ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി നൽകി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് വിഷയം സഭയിൽ ഉന്നയിച്ചത്. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെ സംഭവങ്ങൾക്ക് പിന്നാലെ 2 വനിതാ മാധ്യമപ്രവർത്തകർക്കെതിരെ ഉൾപ്പെടെ കള്ളക്കേസെടുത്തതും ഇവർക്കെതിരെ പോസ്റ്റർ പതിപ്പിച്ച് അപമാനിച്ച സംഭവവും നിയമസഭയിൽ വന്നു. വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിഭാഷകർക്കെതിരെയുള്ള നിലപാട് കടുപ്പിച്ചു. ഒരു കൂട്ടം അഭിഭാഷകർക്ക് ഒന്നും ബാധകമല്ല എന്നത് അംഗീകരിക്കില്ല. ഇത്തരക്കാർക്കെതിരെ കൂടുതൽ കർക്കശമായ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സർ, ഇതൊന്നും ഒരു കൂട്ടം ആളുകൾക്ക് ബാധകമല്ല എന്ന അവസ്ഥയാണ് വരുന്നത്. അങ്ങനെയൊരു സാഹചര്യം അംഗീകരിച്ചു പോകാൻ കഴിയില്ല. അവിടെയാണ് ആ സമ്മേളനത്തിൽ പ്രസ്താവിക്കേണ്ടി വന്നത്. അങ്ങനെയാണ് നീങ്ങുന്നതെങ്കിൽ കർക്കശമായ നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്ന്. മാധ്യമപ്രവർത്തകരുടെയും അഭിഭാഷകരുടെയും പരാതിയിന്മേൽ അന്വേഷണം നടന്നുവരികയാണ്. പോസ്റ്റർ പതിപ്പിച്ച് അപമാനിച്ചതിനെതിരെ 2 വനിതാ മാധ്യമപ്രവർത്തകർ തനിക്ക് നൽകിയ പരാതി DGPക്ക് കൈമാറിയിരുന്നു. ഇതിലും അന്വേഷണം നടക്കുകയാണ്. അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് മാധ്യമപ്രവർത്തകർക്കെതിരായ കേസ് പിൻവലിക്കുന്നതടക്കമുള്ള യുക്തമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ചീഫ് ജസ്റ്റിസും മുഖ്യമന്ത്രിയും ഇടപെട്ടിട്ടും ഇതിൽ നടപടിയുണ്ടാകാത്തത് ദൗർഭാഗ്യകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിഷയം ഉന്നയിച്ചുകൊണ്ട് പറഞ്ഞു. ചില വാർത്തകൾ കോടതിയിൽ നിന്നും പുറത്തു വരരുത് എന്ന് ആഗ്രഹിക്കുന്ന അഭിഭാഷകരാണ് ഇത്തരം അക്രമങ്ങൾക്ക് പിന്നിലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മാധ്യമ ഗുണ്ടകളെന്ന് പറഞ്ഞ വനിതകൾ ഉൾപ്പെടെയുള്ളവരുടെ ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് തീർത്തും അപമാനകരമാണ് സാർ. നിക്ഷിപ്ത താല്പര്യക്കാരടങ്ങുന്ന കുറച്ച് അഭിഭാഷകർ മാത്രമാണ് ഇതിന് പിന്നിലുള്ളത്. ചില വാർത്തകൾ കോടതിയിൽ നിന്ന് പുറത്തു വരരുതെന്ന് ആഗ്രഹിക്കുന്ന അഭിഭാഷകരാണ് ഇതിന്റെ പിന്നിലുള്ളത്.
മാധ്യമപ്രവർത്തകർക്കെതിരായ കേസ് പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിയമസഭയിൽ നിന്നും എസ് ഷീജ. ആദിവാസി സമൂഹത്തിനെതിരെ താൻ യാതൊരു വിധത്തിലുമുള്ള മോശം പരാമർശം നടത്തിയിട്ടില്ലെന്നും ഒരു വിഭാഗത്തെയും താൻ അപമാനിച്ചിട്ടില്ലെന്നും മന്ത്രി എ കെ ബാലൻ നിയമസഭയിൽ പറഞ്ഞു. നിയമസഭയിൽ താൻ നടത്തിയ പ്രസംഗം സ്പീക്കർക്ക് പരിശോധിച്ച് അതിലെന്തെങ്കിലും തെറ്റുണ്ടെന്ന് കണ്ടെത്തിയാൽ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും എ കെ ബാലൻ നിയമസഭയിൽ ഉറപ്പു നൽകി. അതേസമയം ആദിവാസികൾക്കെതിരായ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയാത്ത മന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. കഴിഞ്ഞ 19-ാം തീയതി മന്ത്രി എ കെ ബാലൻ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി പറയുമ്പോൾ ആദിവാസികളെ അപമാനിക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയെന്നും ഇങ്ങനെ പട്ടികവർഗ വിഭാഗത്തെ അപമാനിക്കുന്ന ആക്ഷേപവും പരാമർശവും സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട പി ടി തോമസാണ് സഭയിൽ ക്രമപ്രശ്നം ഉന്നയിച്ചത്. സാംസ്കാരിക മന്ത്രിയുടെ പരാമർശം കേരളത്തിന് അപമാനകരമാണെന്ന് പി ടി തോമസ് ചൂണ്ടിക്കാട്ടി. 307 പറയുന്നു, അപകീർത്തികരമോ അസഭ്യമോ സഭ്യേതരമോ അന്തസ്സില്ലാത്തതായ ഒരു വാക്കുകളോ ചർച്ചാവേളയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് സ്പീക്കർക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അങ്ങനെയുള്ള വാക്കുകളോ സഭാനടികളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നല്ലേ ആവശ്യം. അതേസമയം താൻ ആദിവാസി വിഭാഗത്തെയോ മറ്റേതെങ്കിലും വിഭാഗത്തെയോ അപമാനിക്കുന്ന തരത്തിൽ യാതൊരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. തന്റെ പ്രസംഗം സ്പീക്കർക്ക് നിയമസഭയിലെ രേഖകളിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനൊപ്പം തന്നെ പരിശോധിക്കാവുന്നതാണ്. അതിൽ എന്തെങ്കിലും ആക്ഷേപ പരാമർശം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ആ തെറ്റ് താൻ ഏറ്റെടുക്കുമെന്ന് മന്ത്രി വിശദീകരിച്ചു. ആ സപ്ലിമെൻ്ററി ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും വിഭാഗത്തെ ഏതെങ്കിലും രൂപത്തിൽ അപമാനിക്കുന്നതിനോ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതിനോ ഏതെങ്കിലും രൂപത്തിലുള്ള തെറ്റതിലുണ്ടെങ്കിൽ ആ തെറ്റിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. എന്നാൽ സാംസ്കാരിക മന്ത്രി കൂടിയായ എ കെ ബാലന്റെ പട്ടികവർഗ വിഭാഗത്തിനെതിരായ പരാമർശം ദൗർഭാഗ്യകരമായി പോയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. മന്ത്രി തന്റെ വിവാദ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. എന്നാൽ മന്ത്രിക്ക് ദുരുദ്ദേശമില്ലായിരുന്നു. ആരെയും അപമാനിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല എന്ന മന്ത്രി എ കെ ബാലന്റെ വിശദീകരണം സ്പീക്കർ സഭയിൽ ആവർത്തിച്ചു പറഞ്ഞെങ്കിലും പ്രതിപക്ഷം തങ്ങളുടെ ആവശ്യത്തിൽ ഉറച്ച് ബഹളം വെച്ച് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. അതേസമയം മന്ത്രി എ കെ ബാലൻ ആദിവാസി വിഭാഗത്തെ അപമാനിച്ച വിഷയത്തിൽ ഹൈബി ഈഡൻ സഭയിൽ അവകാശ ലംഘനത്തിനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർക്കോഴ കേസ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ വിജിലൻസ് ഡയറക്ടറായിരുന്ന ശങ്കർ റെഡ്ഡിക്കെതിരെ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണത്തിന് ഉത്തരവിട്ട വിജിലൻസ് കോടതി വിധി റദ്ദാക്കണമെന്ന ശങ്കർ റെഡ്ഡിയുടെ ഹർജി ഹൈക്കോടതി തള്ളി. അന്വേഷണത്തിന് ഉത്തരവിടാൻ കീഴ്ക്കോടതിക്ക് അധികാരമില്ലെന്ന വാദം ഹൈക്കോടതി തള്ളി. അഴിമതി കേസിൽ കൈവശം മതിയായ തെളിവില്ലെങ്കിൽ പോലും പൗരന് കോടതിയെ സമീപിക്കാം. വിജിലൻസ് കോടതി മറ്റൊരു കേസിന്റെ കേസ് ഡയറി പരിശോധിച്ചത് നിയമവിരുദ്ധമാണെന്ന ശങ്കർ റെഡ്ഡിയുടെ വാദവും കോടതി അംഗീകരിച്ചില്ല. പരാതിയിലെ ആരോപണങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാനാണ് കേസ് ഡയറി വിജിലൻസ് കോടതി പരിശോധിച്ചതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ഉന്നത ഉദ്യോഗസ്ഥനെതിരെ പരാതി നൽകിയാൽ ശരിയായ അന്വേഷണം നടക്കുമോ എന്ന സംശയം സ്വാഭാവികമാണ്. ഈ സാഹചര്യത്തിൽ കോടതിയെ സമീപിച്ചതിൽ ഒരു തെറ്റുമില്ലെന്നും വിജിലൻസ് കോടതിയുടെ ഉത്തരവിൽ ഇടപെടാനാവില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. അതേസമയം അന്വേഷണം സുതാര്യവും നീതിയുക്തവും ആയിരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ബാർക്കോഴ കേസിൽ കേസ് ഡയറി തിരുത്തി കേസ് അന്വേഷണം അട്ടിമറിച്ചു എന്ന് ആരോപിച്ച ഹർജിയിലായിരുന്നു വിജിലൻസ് ഡയറക്ടറായിരുന്ന ശങ്കർ റെഡ്ഡിക്കും SP സുകേശനുമെതിരെ അന്വേഷണം നടത്താൻ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിട്ടത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. AICC പുനഃസംഘടനയിൽ പ്രിയങ്ക ഗാന്ധി ജനറൽ സെക്രട്ടറിയാകും. കേരളത്തിൽ DCC പ്രസിഡന്റുമാരുടെ അന്തിമ പട്ടിക തയ്യാറായി. പുതുമുഖങ്ങൾക്കാണ് മുൻതൂക്കം. കേരളത്തിലെ കോൺഗ്രസ് ജില്ലാ നേതൃത്വങ്ങളിലേക്കുള്ള പാനൽ പട്ടികയിൽ ഏകദേശ ധാരണയായി. ഗ്രൂപ്പുകൾക്ക് അതീതമായി തയ്യാറാക്കപ്പെട്ട ലിസ്റ്റിൽ പുതുമുഖങ്ങൾക്കാണ് മുൻതൂക്കം. 60 വയസ്സിന് മേൽ പ്രായമുള്ളവരെ DCC സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടെന്ന നിർദ്ദേശമുണ്ടെങ്കിലും ചില ജില്ലകളിൽ അല്ലാത്തവരുടെ പേരും ഉൾപ്പെട്ടിട്ടുണ്ട്. അന്തിമ തീരുമാനം അടുത്തയാഴ്ചയോടെയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിന്റെ ചുമതലയുള്ള കേന്ദ്ര നേതാക്കളായ മുകുൾ വാസ്നിക്കും ദീപക് ബാബ്രിയയും നവംബർ 2-ന് കേരളത്തിലെത്തും. നവംബർ 3-ന് രാഷ്ട്രീയകാര്യ സമിതിയും ചേരും. കേരളത്തിലെ സാധ്യതാ പട്ടിക ഇങ്ങനെയാണ്: തിരുവനന്തപുരം നെയ്യാറ്റിൻകര സനൽ, പാലോട് രവി, T ശരത്ചന്ദ്ര പ്രസാദ്, RV രാജേഷ്. കൊല്ലം കൊടിക്കുന്നിൽ സുരേഷ്, PC വിഷ്ണുനാഥ്, A ഷാനവാസ് ഖാൻ, CR മഹേഷ്. ആലപ്പുഴ ഷാനിമോൾ ഉസ്മാൻ, M ലിജു, അഡ്വക്കേറ്റ് അനിൽ ബോസ്, കോശി M കോശി. പത്തനംതിട്ട ബാബു ജോർജ്, സതീഷ് കൊച്ചുപറമ്പിൽ, ശിവദാസൻ നായർ, KK റോയ്സൺ. കോട്ടയം ടോമി കല്ലാനി, ലതിക സുഭാഷ്, തോമസ് കല്ലാടൻ, ഫിൽസൺ മാത്യൂസ്, ജോസി സെബാസ്റ്റ്യൻ. എറണാകുളം IK രാജു, ജെയ്സൺ ജോസഫ്, KP ഹരിദാസ്, മുഹമ്മദ് കുട്ടി മാസ്റ്റർ. ഇടുക്കി ഡീൻ കുര്യാക്കോസ്, സിറിയക് തോമസ്, സേനാപതി വേണു, തോമസ് ഡാനിയൽ. തൃശൂർ TN പ്രതാപൻ, പത്മജ വേണുഗോപാൽ, PA മാധവൻ. പാലക്കാട് ഷാഫി പറമ്പിൽ, BK ശ്രീകണ്ഠൻ, ബാലചന്ദ്രൻ, AV ഗോപിനാഥ്.
കോഴിക്കോട് ടി സിദ്ദിഖ്, കെ പി അനിൽകുമാർ, എൻ സുബ്രഹ്മണ്യൻ, പി എം നയാസ്, കെ പ്രവീൺകുമാർ. കണ്ണൂർ സതീശൻ പാച്ചേനി, സുമാ ബാലകൃഷ്ണൻ, സജീവ് ജോസഫ്, സോണി സെബാസ്റ്റ്യൻ. മലപ്പുറം വി വി പ്രകാശ്, ആര്യാടൻ ഷൌക്കത്ത്. വയനാട് ഐ സി ബാലകൃഷ്ണൻ, കെ കെ എബ്രഹാം. കാസർഗോഡ് നീലകണ്ഠൻ, കെ പി കുഞ്ഞിക്കണ്ണൻ. പുതുമുഖങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ടെങ്കിലും മതസാമുദായിക താൽപര്യം കൂടി കണക്കിലെടുത്താകും അന്തിമ തീരുമാനം. കുറഞ്ഞത് ഒരു ജില്ലയിലെങ്കിലും അധ്യക്ഷ സ്ഥാനത്തേക്ക് വനിതയെത്തുമെന്ന് ഉറപ്പായി. ഭാരവാഹികളുടെ പ്രഖ്യാപനം ഹൈക്കമാൻഡിന്റെ അനുമതിയോടെ നവംബർ 19 മുൻപ് ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്. ജാതി ചോദിച്ച് കൊടിക്കുന്നിൽ സുരേഷ് എം പി. കൊല്ലം ആറമ്മയോടാണ് കൊടിക്കുന്നിൽ സുരേഷ് ജാതി ചോദിച്ചത്. നിങ്ങൾ SC ആണോ എന്നായിരുന്നു കൊടിക്കുന്നിലിന്റെ ചോദ്യം. ദളിത് യുവാക്കളെ പീഡിപ്പിച്ചെന്ന വാർത്തയെ തുടർന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിലെത്തിയ യുവാക്കളെ സന്ദർശനം നടത്തിയതിനിടെയാണ് ജാതി ചോദിച്ചത്. 2 യുവാക്കളെ 1 മണിക്കൂർ കൊണ്ട് അഗ്നിക്ക് 1 മണിക്കൂർ കൊണ്ട് ദളിത് യുവാക്കളെ പറഞ്ഞു. ഇത് SC ST പീഡന നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്. അറമ്മ SC ആണോ? അറമ്മ SC ആണോ? അറമ്മ SC ആണോ? എന്നിട്ടാണ് ഇവര് അറമ്മ SC ആയിട്ടാണ് ഇവരെ ഉടനെ DMOയെ കണ്ടപ്പോൾ SC ആണോ എന്ന് തോന്നിയതുകൊണ്ടാണ് ജാതി ചോദിച്ചതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പീപ്പിൾ TVയോട് പ്രതികരിച്ചു. ഇവരെ ഡിസ്ചാർജ് ചെയ്തതിന് കൂട്ടുവയ്ക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ലാതെ എനിക്ക് അദ്ദേഹത്തിന് SC ആണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾ SC വിഭാഗത്തിൽപ്പെട്ട ഒരാളല്ലേ? നമ്മുടെ SC വിഭാഗത്തിൽ 2 യുവാക്കളെ ഭീകരമായി പോലീസ് മർദ്ദനമേറ്റ് വന്ന് അഡ്മിറ്റ് ചെയ്ത അവരെ ഡിസ്ചാർജ് ചെയ്യാൻ നിങ്ങൾ ഇങ്ങനെ കൂട്ടുനിന്നു എന്ന അർത്ഥത്തിലാണ് ഞാൻ ചോദിച്ചത്. കുടുംബപ്പോരിൽ ആടിയുലഞ്ഞ ഉത്തർപ്രദേശിലെ ഭരണകക്ഷിയായ സമാജ്വാദി പാർട്ടി തലവൻ മുലായം സിംഗ് യാദവും മകൻ അഖിലേഷ് യാദവും തമ്മിൽ രൂക്ഷമായ വാക്പോര് നടന്ന നിയമസഭാ കക്ഷിയോഗം പ്രശ്നപരിഹാരം കാണാനാകാതെ പിരിഞ്ഞു. അതേസമയം അഖിലേഷിനെ പിന്തുണയ്ക്കുന്ന 10 പേരെ സംസ്ഥാന അധ്യക്ഷൻ ശിവപാൽ യാദവ് പാർട്ടിയിൽ നിന്നും പുറത്താക്കി. മകൻ അഖിലേഷ് യാദവിനെയും സഹോദരൻ ശിവപാൽ യാദവിനെയും ഒരുമിച്ച് നിർത്താനുള്ള പാർട്ടി തലവൻ മുലായം സിംഗ് യാദവിന്റെ ശ്രമങ്ങളൊന്നും തന്നെ ഫലം കണ്ടില്ല. ചേരിപ്പോര് അവസാനിപ്പിക്കാൻ വിളിച്ചു ചേർത്ത നിയമസഭാ കക്ഷിയോഗം രൂക്ഷമായ വാഗ്വാദങ്ങൾക്കും നാടകീയ രംഗങ്ങൾക്കുമാണ് സാക്ഷ്യം വഹിച്ചത്. അമർ സിംഗിനെയും ശിവപാൽ യാദവിനെയും കൈവിടാനാകില്ലെന്ന് മുലായം സിംഗ് യാദവ് നിലപാടെടുത്തു. അമർ സിംഗിനെ പുറത്താക്കണമെന്ന ആവശ്യത്തിൽ അഖിലേഷ് യാദവും ഉറച്ചുനിന്നതോടെ യോഗം രൂക്ഷമായ വാക്തർക്കത്തിലേക്ക് നീങ്ങി. മന്ത്രിസ്ഥാനത്ത് നിന്നും നീക്കിയതിനെ ചോദ്യം ചെയ്ത ശിവപാൽ യാദവ് അഖിലേഷിന്റെ ഏകാധിപത്യ നടപടികൾ പാർട്ടി അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കി. തുടർന്ന് അഖിലേഷ് യാദവ് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. അഖിലേഷിനെ രൂക്ഷമായി വിമർശിച്ച മുലായം സിംഗ് യാദവ് അച്ചടക്ക ലംഘനം ആര് നടത്തിയാലും അംഗീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കി. തൊട്ടുപിന്നാലെ അഖിലേഷിന്റെ അനുയായികളായ 10 പേരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി സംസ്ഥാന അധ്യക്ഷൻ ശിവപാൽ യാദവ് പ്രഖ്യാപിച്ചു. പിന്നീട് അഖിലേഷിനെയും ശിവപാൽ യാദവിനെയും കണ്ട മുലായം ഒരുമിച്ച് പോകാനാകില്ലെങ്കിൽ 2 പേരും പാർട്ടിയിൽ നിന്ന് പുറത്തു പോകണമെന്ന് മുന്നറിയിപ്പ് നൽകി. അതിനുശേഷം കോർ കമ്മിറ്റി യോഗം ചേർന്നെങ്കിലും ഭിന്നത പരിഹരിക്കാനായില്ല. ഇതിനിടെ നിയമസഭാ കക്ഷിയോഗം ചേർന്ന ലക്നൌവിലെ പാർട്ടി ആസ്ഥാനത്തിന് പുറത്ത് ഇരുവിഭാഗം പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. അഖിലേഷും ശിവപാൽ യാദവും സമവായത്തിന് തയ്യാറായില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് മുലായം സിംഗ് യാദവ് നീങ്ങുമെന്നാണ് സൂചന. എം സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി.